ഇപ്പോൾ 2024-25 അസസ്മെന്റ് ഇയറിന്റെ ടാക്സ് ഫയൽ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം ജൂലൈ 31, 2024. നമ്മളുടെ പല സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ റുപ്പിമങ്കിൻ്റെ ആയാലും സുബിൻ്റെ ചാനലിലായാലും കുറേ സബ്സ്ക്രൈബേഴ്സ് മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻസും ഷെയർ ട്രാൻസാക്ഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങളും വിട്ടുകളയുകയോ അല്ലെങ്കിൽ അറിയാതെ തെറ്റുകൾ വരുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം തെറ്റുകൾ ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നഷ്ടം വളരെ വലുതാണ്. ആ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് പുറമെ നമ്മൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷനാണ് ഈ വീഡിയോയിലൂടെ തരാനായിട്ട് പോകുന്നത്. കൊറോണയ്ക്ക് ശേഷം ധാരാളം ആളുകൾ ഒരു സൈഡ് ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ ബിസിനസ്സായിട്ടോ ഒക്കെ ഷെയർ ട്രേഡിങ്ങും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ടല്ലേ. പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ടാക്സിനെ സംബന്ധിച്ച് അവർ ബോധർ ചെയ്യുന്നില്ല. മിക്കവാറും ആളുകൾക്ക് നഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ ടാക്സ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ ടാക്സ് ഫയൽ ചെയ്തതിനും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? നമ്മൾ ഇപ്പോൾ സുബീഷ് പറഞ്ഞ പോലെ തന്നെ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഈ ഷെയർ ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഷെയർ ട്രേഡിങ്ങിലേക്ക് വരുന്നതോട് കൂടിയിട്ട് അവർ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സിൻ്റെ ഫോം മാറുകയാണ് അവിടെ വെച്ചിട്ട്. അതായത് സാധാരണ സാലറിഡ് ആയിട്ടുള്ള ഒരാൾ ITR 1 ആണ് ചെയ്യേണ്ടത്. പക്ഷേ പലരും ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് സെല് ചെയ്തിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുണ്ടാവും, ലോങ് ടൈമിൽ ചെയ്യുന്ന ആളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇത് സെല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പൊസിഷൻ എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ട ഫോം വേറെയാണ്. അതായത് ഒരു സാലറിഡ് ആയിട്ടുള്ള ആൾ ചെയ്യേണ്ട ITR 1 അല്ല പിന്നെ ചെയ്യേണ്ടത്. പിന്നെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ITR 2, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ITR 3 എന്നുള്ള ഫോമാണ് ചെയ്യേണ്ടത്. അപ്പോൾ പലർക്കും ഇതറിയാതെ, പിന്നെ നേരത്തെ സുബീഷ് പറഞ്ഞ പോലെ, അതായത് ഷെയർ ട്രേഡ് ചെയ്ത് കുറേ കാശ് പോയി, ഇനി എന്തിനാ റിട്ടേൺ ഫയൽ ചെയ്യണത്, ടാക്സ് അടയ്ക്കണത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ചെറിയൊരു എമൗണ്ട് മതി. ഇപ്പോൾ ഒരു 1,00,000 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ എമൗണ്ടുകളൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അത്ര അവരുടെ ഒരു ടേൺ ഓവർ അല്ലെങ്കിൽ അവരുടെ ഒരു വോളിയം ഭയങ്കരമായിരിക്കും. ചിലപ്പോൾ 1 കോടി 2 കോടി 3 കോടിയൊക്കെ ഉണ്ടായിരിക്കാം ഇവരുടെ ത്രൂ ഔട്ട് ദ ഇയർ അവരുടെ ഒരു വോളിയം നോക്കുകയാണെങ്കിൽ. പക്ഷേ അപ്പോൾ എന്തായാലും നഷ്ടമായി, ഇനി ഇത് ചെയ്യാൻ എന്തിനാ പോണത് എന്നായിരിക്കാം പലരും ചിന്തിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റകളുണ്ട്. അവർ നോക്കുമ്പോൾ, അവർ പ്രത്യേകിച്ച് നോക്കുമ്പോൾ, ഒരു ഷെയർസിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ 3 കോടി 4 കോടിയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ഒരാൾ ഇതെന്താണ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഈ നോട്ടീസൊക്കെ അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻ്റർവെൻ ചെയ്യുന്ന ആളുകൾ, ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും റിട്ടേൺ ഫയൽ ചെയ്തില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ധാരാളം നോട്ടീസുകൾ വന്നിട്ടുണ്ട് പല ആളുകളും. പക്ഷേ ഈ കൊല്ലവും ഇനിയിപ്പോൾ വരുന്ന കൊല്ലത്തൊക്കെ ഇത് കൂടുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓരോ കൊല്ലം കഴിയുന്നവരും ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന ഡേറ്റയുടെ അളവ് കൂടുകയും അത് പ്രോസസ് ചെയ്യാനുള്ള അവരുടെ എഫിഷ്യൻസി കൂടുകയാണ്. അപ്പോ എന്തു വന്നാലും നമ്മൾ ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും കുറച്ച് സമയം കഴിയുമ്പോൾ വരാൻ സാധ്യത. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റിന് 148 സെക്ഷൻ 148 പ്രകാരം ലാസ്റ്റ് 10 വർഷത്തേക്കൊക്കെ പോയി എന്താ നോട്ടീസ് അയക്കാനുള്ള റൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടുപിടിക്കാൻ, ഇത് നോട്ടീസ് അയക്കാനെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിടുക. എന്തായാലും ഷെയർ ട്രേഡിങ്ങിൽ ഇത്രയും പൈസയൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഈ വീഡിയോ കണ്ടിരിക്കുമ്പോഴും നിങ്ങൾ പലരും വിചാരിക്കും എൻ്റെ ട്രാൻസാക്ഷൻ ഒന്നും ട്രേസ് ചെയ്യുന്നില്ല എന്ന്. നിങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ AIS ഡൗൺലോഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ A to Z ട്രാൻസാക്ഷനും അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എന്തുമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ളത്. നമ്മളിപ്പോൾ നിങ്ങളെ അവെയർ ആക്കാനായിട്ട് പറയുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? പ്രധാനമായിട്ടുള്ള ഒരു 3-4 പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പോൾ ഇത് തന്നെ ഷെയർ ട്രേഡിംഗ് ചെയ്ത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്ര വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ആദ്യം ജസ്റ്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടീസ് പോലെ അല്ലെങ്കിൽ ഒരു SMS, പല ആളുകൾക്കും വരാറുണ്ട് SMS. അതായത് ആദ്യം ജസ്റ്റ് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു SMS ആയിരിക്കും വരിക. നമ്മളുടെ ഒരു ഡാറ്റ പ്രകാരം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം ട്രാൻസാക്ഷൻസ് ഉണ്ട്, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒരു SMS ഒക്കെ ആയിരിക്കാം വരിക. അത് കഴിഞ്ഞ് നമ്മൾ അതിനും ഒരു റെസ്പോൺസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ കുറച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസോട് കൂടിയിട്ടായിരിക്കാം പിന്നെ അടുത്ത ഒരു ഇമെയിലൊക്കെ. അതായത് അത് സെക്ഷൻ 133(6) നോട്ടീസ് എന്ന് പറയുക. അതിന് കംപ്ലയിൻറ്റ്സ് പോർട്ടലിൽ ഒരു നോട്ടീസ് വരും. അതായത് നിങ്ങൾക്ക്
ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനും റെസ്പോൺസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് കുറച്ചൊരു സിവിയർ ആയിട്ടുള്ള നോട്ടീസിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ നോട്ടീസ് അയക്കുമ്പോൾ ആ ഒരു വോളിയം അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കിയിട്ടാണ് ഫിൽട്ടർ ചെയ്ത് അടുത്ത നോട്ടീസിലേക്ക് പോകുക. അപ്പോൾ അത്ര കാര്യമായിട്ട് വോളിയം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ചിലപ്പോൾ അത് ചിലപ്പോൾ ഇഗ്നോർ ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ഇത്തിരി സിവിയർ ആയിട്ടുള്ള കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അത് നമുക്ക് ലേറ്റ് ഫീ അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ആ ടാക്സിന്മേലുള്ള ഇൻട്രസ്റ്റ്, ഇത് കൂടാതെ വലിയ വേറൊരു പ്രശ്നമാണ് ഈ ഇൻട്രാഡേയോ ഓപ്ഷൻസോ ഒക്കെ ചെയ്യുന്ന 90-95% ആളുകളും നഷ്ടമാണ് വരുത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ നഷ്ടം വരുത്തിയിട്ടുള്ള ആളുകൾ, ഈ വർഷം നഷ്ടം വരുത്തിയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ലാഭത്തിലേക്ക് വന്നാൽ ഈ നഷ്ടവുമായിട്ട് തട്ടിക്കിഴിക്കാൻ സാധിക്കും എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ? അതായത് നമുക്കിപ്പോൾ ഈ വർഷം നമുക്ക് 10 ലക്ഷം രൂപ നഷ്ടമാണെന്ന് വിചാരിക്കും. നമ്മളത് കൃത്യസമയത്ത്, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഈ നഷ്ടം നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന് നമുക്ക് 10 ലക്ഷം രൂപ നഷ്ടമുണ്ടായി, നമ്മളത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ നമുക്ക് അപ്പോൾ അത് -10 lakhs എന്നുള്ളത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വർഷം നമുക്ക് 10 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് -10 ഈ വർഷത്തെ +10 സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താലേ, ജൂലൈ 31 ഫയൽ ചെയ്താലേ നമുക്ക് ഇത് ക്യാരി ഫോർവേഡ് ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഫയൽ ചെയ്താൽ ലോസ് ക്യാരി ഫോർവേഡ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ പല ആളുകളും വിചാരിക്കും ഇപ്പോൾ നഷ്ടമാണ് പറ്റിയത്, ഇനിയിപ്പോൾ എന്തിനാ ഫയൽ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നഷ്ടം വരുത്തി നിങ്ങൾ ഇതിൽ നിന്ന് പോയിട്ടുള്ള ആളുകളാണ്, പോകാൻ ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എങ്കിലും എന്തെങ്കിലും ഇത് തിരിച്ചു വരികയാണെങ്കിൽ 6-7 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് കിട്ടും. 8 വർഷം നിങ്ങൾ 8 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ കാര്യങ്ങളെല്ലാം കൂടുതൽ പഠിച്ച് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ആ സമയത്ത് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. കാരണം എന്താ, ഇവിടെ വന്നിട്ടുള്ള കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ടാക്സ് നഷ്ടത്തെ ആ സമയത്തെ ലാഭവുമായിട്ട് തട്ടിക്കിഴിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സിൻ്റെ റേറ്റ് കൂടുകയാണ്. ഇപ്പോൾ 5, 10, 15, 20 അല്ലെങ്കിൽ 30% അതിൻ്റെ പ്ലസ് സർചാർജ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ 3-1 നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, അല്ലേ? ആളുകൾ തെറ്റായിട്ട് ഫയൽ ചെയ്തു എന്ന് കരുതുക, എന്താ സംഭവിക്കുക? തെറ്റായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ഒരു ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ചെയ്ത ആൾ ITR 3 ഫോമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾ സാലറിഡ് ആയിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പോൾ ആൾ വെറുതെ ITR 1 ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പല കേസിലും ചിലപ്പോൾ ഇത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നോട്ടിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഡിഫക്റ്റീവ് റിട്ടേൺ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ തെറ്റായിട്ടുള്ള ഫോമാണ് ഫയൽ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞ് റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിഫക്റ്റീവ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നേരത്തെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ നടത്തിയിട്ടുള്ള ഒരാൾ ITR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് പോർട്ടലിൽ പോയിട്ട് ഈ റിട്ടേണിനെ റിവൈസ് സെൽഫായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ സമീപിച്ച് ചെയ്ത് അവർ വഴി അത് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ITR 3 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ITR 2 റിവൈസ് ചെയ്ത് ഇടാതെ ചെയ്യുക. അത് കറക്റ്റായിട്ട് ചെയ്തിടാം. അത് ഡിഫക്റ്റീവ് ആവാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതെ, അതായത് ഇൻകം ടാക്സ് സൈറ്റിൽ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റങ്ങൾ നിങ്ങളെ ഇത് തെറ്റായിട്ടാണ് ചെയ്തത് എന്ന് നോട്ടിഫൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും നന്നാവുക. നിങ്ങളിപ്പോൾ തെറ്റിയാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഇത് പലതവണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയവും അധ്വാനമൊക്കെ നഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊരു ഷെയർ ട്രാൻസാക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആൻഡ് ട്രേഡിങ്ങിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാക്കിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനോ ഒക്കെ ഉള്ള സമയവും അധ്വാനവും ഒക്കെ നമുക്ക് നഷ്ടമാണ്. ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ തവണ തന്നെ അത് പ്രോസസ് ചെയ്യും. നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടും, നിങ്ങൾക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളുടെ കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ സീരീസിൽ 2 കാര്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, NRIകളിൽ
സ്പെസിഫിക്കലി ശ്രദ്ധിക്കേണ്ട ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളും, രണ്ടാമത്തേത് നമ്മൾ ബേസിക്കായിട്ട് ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതുമാത്രമല്ല CA സുബിൻ്റെ ചാനലിൽ ടാക്സേഷനെ സംബന്ധിച്ച് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ചാനലാണ്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്.